എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസിൽ. അപ്പോൾ എല്ലാം കൂടിയും ഒന്നിച്ചെടുത്ത ഒരു വലിയ വീഡിയോ ആവും. അത് കാരണമാണ് രണ്ടായിട്ട് മാറ്റിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പാർട്ട് 1 കാണണം. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻസ് ആണ്, വേറെ എക്സ്ട്രാ അല്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം വേണം ബാക്കി നമ്മൾ എക്സ്ട്രാ ഗൈഡോ എന്താണെന്ന് വെച്ചാൽ നോക്കാൻ വേണ്ടിയിട്ട്. ഇത് പഠിച്ചാൽ തന്നെ 90% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ: A stone tied to the end of a string 80 cm long is whirled in a horizontal circle with a constant speed. If the stone makes 14 revolutions in 25 seconds, what is the magnitude and direction of acceleration of the stone? A stone tied to the end of a string 80 cm long is whirled in a horizontal circle. അതായത് ഒരു കല്ല് അല്ലേ, ഒരു കല്ല് 80 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറിൽ കെട്ടി, എന്നിട്ടോ വട്ടത്തിൽ കറക്കി. അങ്ങനെ കറക്കുമ്പോൾ എന്താണ്, കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് കറക്കിയിരിക്കുന്നത്. ഇഫ് ദ സ്റ്റോൺ മേക്സ് 40 revolutions in 25 seconds, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ സ്റ്റോൺ? അപ്പോൾ ഈ റേഡിയസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് കയറിൻ്റെ നീളമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും എന്ത്, ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ്. അപ്പം R is equal to 80 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. 80 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ തന്നെ വെക്കുക 0.8 meters. ഇനി ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, 14 revolutions in 25 seconds അല്ലേ? അതായത് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്, നമ്പർ ഓഫ് revolutions in second. അപ്പം 14 revolutions in 25 seconds. അപ്പോൾ 14/25 revolutions per second ആണ് എന്ത്, ഫ്രീക്വൻസി. അപ്പം നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു 2πν. നമ്മൾ സർക്കുലാർ മോഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചതാണ്. അപ്പം ഒമേഗ ഈസ് ഈക്വൽ ടു 2πν ഈസ് ഈക്വൽ ടു 2 × 22/7. നമുക്ക് 3.14 യൂസ് ചെയ്യാം. ഇൻറ്റു ഞാൻ യൂസ് ചെയ്യണത് ഇവിടെ നമുക്ക് ന്യൂവിൻ്റെത് 14/25 ഉണ്ടല്ലോ. അപ്പോൾ ഒരു ക്യാൻസലേഷൻ ഈസി ആയിരിക്കും. 14/25, 14 7 ക്യാൻസൽ ആയി. ഇപ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ എത്ര വരും? 88 / 25 റേഡിയൻ പെർ സെക്കൻഡ്. ഇതെന്താണ്, ആംഗുലാർ വെലോസിറ്റി. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ സ്റ്റോൺ? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ, ഒമേഗയും റേഡിയസും തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്, A is equal to ω²R. ഒമേഗ 88 / 25 whole square into radius 0.8 meter. ഇത് നോക്കൂ, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒരു ട്രിക്കി സ്റ്റെപ്സും ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മെത്തേഡ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. 9.9 meter per second square. ഇതാണ് എന്ത്, ആക്സിലറേഷൻ വരിക. ഇനി വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ സ്റ്റോൺ? അപ്പം യൂണിഫോം സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ സർക്കുലാർ മോഷനിൽ നമുക്കറിയാം ആക്സിലറേഷൻ ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലാർ പാത്ത്. അപ്പോൾ അതാണ് എഴുതേണ്ടത്, ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലാർ പാത്ത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An aircraft executes a horizontal loop of radius 1 kilometer with a steady speed of 900 km/h. Compare its centripetal acceleration with acceleration due to gravity. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്, it executes a horizontal loop of radius 1 kilometer. എയർക്രാഫ്റ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് 1 kilometer റേഡിയസ്. 1 kilometer എന്ന് വെച്ചാൽ 1000 meter. 1000 meterന് ഞാൻ 10⁻³ meters എന്ന് എഴുതി. സ്പീഡ് ഇസ് ഈക്വൽ ടു 900 km/h. കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാ? അപ്പം ഇവിടെ km/h തന്നിട്ടുണ്ട്, ശരി. പക്ഷേ വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? m/s² നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അല്ലേ? അപ്പോൾ അത് കാരണം നമ്മളിവിടെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യുക km/h to m/s? 900 ×
5/18. ഇതാണ് കൺവേർഷൻ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 250 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം ഇത് സ്പീഡ്. ഇനി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വി ഹാവ് ടു കമ്പയർ വിത്ത് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എ സെൻട്രിപെറ്റൽ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഇതും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 250 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000. അപ്പം 25 സ്ക്വയർ 625. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 62.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാകുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? കമ്പയർ ദ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം അതിൻ്റെ റേഷ്യോ അപ്പം 62.5 ഡിവൈഡഡ് ബൈ 9.8. അപ്പം നമുക്ക് എന്ത് കിട്ടും? 6.38 എന്ന് കിട്ടും. അതായത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 6.38 ടൈംസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, കമ്പയർ ചെയ്യാൻ പറഞ്ഞത് കാരണമാണ് മനസ്സിലാക്കുക. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി റേഷ്യോ ആണ് എടുക്കുക. ഇനി എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ അറ്റ് t equals 0 seconds with a velocity of 10 j meter per second and moves in the xy plane with a constant acceleration of 8I plus 2j meter per second square. At what time is the x coordinate of the particle? 16 meters. What is the y coordinate of the particle at that time? What is the speed of the particle at the time? അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം. It travels with a velocity. A particle starts from the origin at t equal to 0 with a velocity of 10 meter per second, 10 j meter per second. അതായത് പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ അറ്റ് t is equal to 0, that is equal to 0. അതേപോലെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി v0 is equal to 10 j meter per second. It's a vector quantity here. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ആക്സിലറേഷൻ a of t is equal to 8I plus 2j meter per second square. Questions എന്തൊക്കെയാ? First question, at what time is the x coordinate of the particle? 16 meter. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഡാറ്റ തന്നിരിക്കുന്നതെന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? നമുക്ക് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് x0 പൊസിഷൻ വെക്ടർ, ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ ഇസ് 0. ആക്സിലറേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ ഇസ് 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്തുകൊണ്ടാ? 8I മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ, 8I പ്ലസ് 2j. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഇറ്റ്സ് വെരി സ്പെസിഫിക് അബൌട്ട് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. അറ്റ് വാട്ട് ടൈം ഇസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് 16 മീറ്റർ. അപ്പോൾ നമ്മൾ എക്സ് കോർഡിനേറ്റ്സ്, വെലോസിറ്റി നോക്കൂ, വെലോസിറ്റി j ആണ് തന്നിരിക്കുന്നത്, അത് y ആണ് അല്ലേ. അപ്പം എക്സ് നമുക്ക് കണ്ടുപിടിക്കുന്നത് 16 മീറ്റർ. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എക്സ് ഇസ് ഈക്വൽ ടു 16 മീറ്റർ. ഇനി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ട് എസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x0. ഇക്വേഷൻ ഓഫ് മോഷൻ, ഐ എം യൂസിങ് ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, uxt പ്ലസ് ഹാഫ് axt സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പം എക്സ് എന്താ? എക്സ് 16, x0 is 0, that's equal to ux is 0, so ux into t is 0 plus half ax 8 into t square. So what is t square here? ഇവിടെ നമുക്ക് t square നമ്മൾ കണ്ടുപിടിക്കണം. t square കണ്ടുപിടിച്ചിട്ട് t കണ്ടുപിടിക്കാം. അപ്പം 16 is equal to 8 t square, or t square is equal to 4 and t is equal to 2 seconds എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് സോ t is equal to 4 seconds. സോ t is equal to 2 seconds എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? at what time is the x coordinate of the particle 16 meter. അപ്പം ടൈം t is equal to 2 secondsലാണ് x coordinate
16 meter. What is the y coordinate of the particle at the time? അതെങ്ങനെ കണ്ടുപിടിക്കും? അതേ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ y coordinate of the particle at that time? അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം y is equal to y minus y0. ആ ഇക്വേഷൻ എടുക്കാം. ut plus half at square തന്നെ. uy t plus half ay t square. അപ്പം y കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. y0യും 0 ആണ്. ടൈം t is equal to 0 സെക്കൻഡ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം 0 പ്ലസ് uy എന്ത് വരും? ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ y ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് 10j ആണ്. അപ്പോൾ 10j എന്ന് പറഞ്ഞാൽ അത് y ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ അത് 10. ടൈം നമുക്കിവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 പ്ലസ് ഹാഫ് ay എന്താ? ആക്സിലറേഷൻ ഇൻ ദ y ഡയറക്ഷൻ 2j ആണ്. അപ്പം 2 ഇൻറ്റു ടി സ്ക്വയർ 2 സ്ക്വയർ. അപ്പോൾ നമ്മൾ yനെ സോൾവ് ചെയ്യുമ്പം 24 മീറ്ററിന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ടൈം? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ടൈം? അതെങ്ങനെ ചെയ്യാൻ പറ്റും? ടി ഈസ് ഈക്വൽ ടു, ഞാൻ ക്വസ്റ്റ്യൻ ബി ആണ് ചെയ്യുന്നത്. ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആണ് എന്ത്? അലോങ് എക്സ് ആക്സിസ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അലോങ് എക്സ് ആക്സിസ് ടി ഈസ് ഈക്വൽ ടു 2. അപ്പം നമുക്കറിയാം v is equal to u plus at അല്ലേ? അപ്പം vx is equal to ux plus ax into t. അപ്പം 0 പ്ലസ് ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്താണ്? ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ 8i മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പം ax എന്താണ്? 8. ടൈം t. അപ്പോൾ അത് കിട്ടും 16 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പം എലോങ് y ആക്സിസ് എന്ത് പറ്റും? എലോങ് y ആക്സിസ് സിമ്പിളാണ്, കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. നമുക്ക് ഇതേ ഇക്വേഷൻ എഴുതാം. vy is equal to uy plus ay into t. അപ്പോൾ uy എത്രയാ? 10j കിട്ടിയില്ലേ നമുക്ക്? 10j അല്ലേ? അപ്പോൾ 10 പ്ലസ് ay നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ ഈ j ഉള്ള ടൈം ആണെന്ത്? ay. അപ്പം അത് 2 ഇൻറ്റു ടി എത്രയാ? 2. അപ്പം നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 പ്ലസ് 2 ഇൻറ്റു 2, അപ്പം 10 പ്ലസ് 4 14 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അപ്പം വി എക്സും വി വൈയും കിട്ടി. അപ്പം നമുക്ക് ഈ വെക്റ്റർ വെലോസിറ്റി വെക്റ്ററിനെ എങ്ങനെ എഴുതാം? v ഇസ് ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ. അപ്പം എങ്ങനെ കിട്ടും? വി എക്സ് എത്രയാ? 16i പ്ലസ് 14j. അപ്പോൾ magnitude of velocity is equal to square root of 16 square plus 14 square. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 21.26 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. An aircraft is flying at a height of 3,400 meter above the ground. If the angle subtended at a ground observation point by the aircraft positions 10 seconds apart is 30 degree, what is the speed of the aircraft? Aircraft is flying at a height 3,400 meter above the ground. അപ്പോൾ നമുക്ക് ഇതാണ് എയർക്രാഫ്റ്റിൻ്റെ പൊസിഷൻ എന്ന് വിചാരിച്ചു. അപ്പം above the ground 3,400 meters. അപ്പോൾ ഇത് നമ്മുടെ 3,400 meters. If the angle subtended at a ground observation point by the aircraft positions 10 seconds apart is 30 degrees, what is the speed of the aircraft? അപ്പം 13 ഡിഗ്രി ആണ് എന്ത്? ഗ്രൗണ്ട് ഒബ്സർവേഷൻ പോയിന്റിൽ നിന്ന് എയർക്രാഫ്റ്റ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. അതായത് ഈ ആംഗിൾ നമുക്ക് 30 ഡിഗ്രി എടുക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് 15 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നെയിം ചെയ്യാം. ഒ എ ബി സി. അപ്പോൾ ഈ ഹൈറ്റ് ആണ് എന്ത്? 3,400 meters. എയർക്രാഫ്റ്റ് എവിടെയുള്ളത്? 3,400 meters above the ground. ഓക്കെ, അപ്പം ഇത് നമുക്ക് സിമ്പിൾ മാത്ത് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ഒ സി എടുത്തു കഴിഞ്ഞാൽ AC is equal to OC tan theta, tan 15 എന്ന് കിട്ടും. AC
is equal to OC tan 15. OC എത്രയാണ്? OC 3400 മീറ്റർ ആണ്. tan 15 ക്ലാർക്സ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ tan 15.2679 കിട്ടും. അപ്പം AC is equal to 910.86 മീറ്റർ എന്ന് കിട്ടും. അപ്പം AB എത്രയാണ്? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് AB is equal to AC plus CB. അപ്പം രണ്ടും സെയിം ആണല്ലോ, നമുക്കിത് ഇവിടെ സെൻറ്റർ ആണല്ലോ. അപ്പം എന്ത് പറ്റും? അപ്പം നമുക്ക് 2 times AC ആണ് എന്ത്? AB. അപ്പോൾ 2 times 910.86. അപ്പോൾ ഇനി സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്പീഡാണ് നമ്മൾ ക്വസ്റ്റ്യൻ. സ്പീഡ് ഇസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ ടൈം. AB എത്രയാണ്? 2 into 910.86 ഡിവൈഡഡ് ബൈ ടൈം തന്നിരിക്കുന്നത് 10 seconds. രണ്ട് പൊസിഷൻസ് അല്ലേ? ഈ രണ്ട് പൊസിഷൻസ് തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ്? 10 seconds. അപ്പം 182.17 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ സ്പീഡ് ഓഫ് ദ എയർക്രാഫ്റ്റ്. ഒന്നുകൂടി പറഞ്ഞുതരാം. എയർക്രാഫ്റ്റ് ഇസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 3400 മീറ്റർ അബവ് ദ ഗ്രൗണ്ട് ഇഫ് ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ഗ്രൗണ്ട് ഒബ്സർവേഷൻ പോയിന്റ് ബൈ ദ എയർക്രാഫ്റ്റ് പൊസിഷൻസ് 10 seconds apart. നമ്മൾ ഇവിടുന്ന് ഒബ്സർവേഷൻ പോയിന്റ് ഒന്ന് നോക്കുകയാണ്. അപ്പം 10 secondsൽ ആ 10 secondsന്റെ ഡിഫറൻസിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട് എയർക്രാഫ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് മാത്സ് യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ സ്പീഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ഫയർഡ് അറ്റ് an angle of 30 degrees with the horizontal hits the ground 3 kilometers away. By adjusting its angle of projection, can one hope to hit a target 5 kilometers away? Assume the muzzle speed to be fixed and neglect air resistance. A bullet is fired at an angle 30 degrees with the horizontal, hits at ground 3 kilometers away. അതായത് ബുള്ളറ്റ് 30 ഡിഗ്രിയിൽ ഫയർ ചെയ്തു, എന്നിട്ടോ അത് പോയിട്ട് എവിടെ കൊണ്ട് ഹിറ്റ് ചെയ്തു? 3 kilometers കൊണ്ട് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണ്? 30 ഡിഗ്രിയിൽ. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാ? തീറ്റ തന്നിട്ടുണ്ട്. തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇസ് ഈക്വൽ ടു 30 degree. 3 kilometers എന്നുള്ളത് മാക്സിമം റേഞ്ച് ഓഫ് ദിസ് പ്രൊജക്ടൈൽ. 3 kilometers is equal to 3000 meters. By adjusting its angle of projection, can one hope to hit a target 5 kilometers away? അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ആറിൻ്റെ ഇക്വേഷൻ എന്താ? R is equal to U square sin 2 theta divided by G. 3000 is equal to U square sin 2 into 30 divided by 9.8. അപ്പോൾ ഇവിടെ നമുക്ക് യു സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് കിട്ടും? യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 3000 into 9.8 divided by sin 60. അപ്പോൾ എത്ര വരും? √3/2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3464 into 9.8 എന്ന് കിട്ടും. ഇനി എന്താ ചോദിക്കുന്ന? മസിൽ സ്പീഡ് ഫിക്സ്ഡ് ആണ്. അതായത് ഈ സ്പീഡ് നമ്മൾ ഫയർ ചെയ്തുന്ന ഇനിഷ്യൽ സ്പീഡ് ഫിക്സ്ഡ് ആണ്, അതിൽ വ്യത്യാസമില്ല. പക്ഷേ അത് വെച്ചിട്ട് ഇതിന് 5 kilometers വരെ പോക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ R' എന്ന് കൊടുക്കാം. R' എത്രയാണ്? R' is equal to U square sin 2 theta dash divided by G എന്ന് എടുക്കാം. അങ്ങനെ എന്തിനാണ് ഞാൻ എടുക്കുന്നത്? ഇനി ഇതേ സ്പീഡ് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു റേഞ്ചിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 kilometers വരെ ഈ ബുള്ളറ്റിന് പോകാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ R' എത്രയാണ് നമ്മൾ തന്നത്? 5 kilometers. അതിന് 5000 meters. ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. യു സ്ക്വയർ എത്രയാ? യു സ്ക്വയർ 3464 into 9.8 into sin 2 theta divided by G 9.8. അപ്പോൾ ഇതിന്ന് ഞാൻ sin 2 theta കണ്ടുപിടിക്കാൻ പോവാണ്. sin 2 theta is equal to എന്താ പറ്റി? ഈ 9.8 ഇവിടെ ക്യാൻസൽ ആവും. അത് കാരണം ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാതെ വെച്ചത്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അതെന്താ അവിടെ ആൻസർ ഫൈനലൈസ് ചെയ്യാത്തതെന്ന്, അല്ലേ? അപ്പോൾ അതിവിടെ ക്യാൻസലായിട്ട് പോകും. രണ്ടാമത് യൂസ് ചെയ്യാനുള്ളതാണ്, അത് കാരണം അവിടെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈസി ആയില്ലേ കാൽക്കുലേഷൻ? sin 2 theta എന്ത് വരും? 5000 divided by 3464.
അപ്പോൾ ഇവിടെ 1.44 എന്ന് കിട്ടും. ഈ സൈൻ 2 തീറ്റ, സൈൻ ആംഗിളിൻ്റെ മാക്സിമം വാല്യൂ എത്ര? 1 ആണ് അല്ലേ? സൈൻ ഓഫ് എൻ ആംഗിൾ കനോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. സോ ടാർഗറ്റ് കനോട്ട് ബി ഹോട്ട് ടു ഹിറ്റ് 5 കിലോമീറ്റർ. ദിസ് ഈസ് നോട്ട് പോസിബിൾ. മനസ്സിലായല്ലോ? ദിസ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് സൈൻ 2 തീറ്റ is a maximum value, right? Maximum value cannot exceed 1. Sine of an angle cannot exceed 1. നമുക്കറിയാം സൈനിൻ്റെ വാല്യൂ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? തന്നിരിക്കുന്നത് 1.44 ആണ്. തന്നിരിക്കുന്നതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ്? 1.44 ആണ്. അപ്പം അതിൻ്റെ വാല്യൂ എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അത് കാരണം നമ്മൾ 5000 വെച്ചിട്ടാണ് എന്ത് ഈ 1.44 കിട്ടിയത്. അപ്പോൾ 5 കിലോമീറ്ററിൽ ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. പോസിബിലിറ്റി എന്നല്ല, അത് ഹിറ്റ് ചെയ്യില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫൈറ്റർ പ്ലെയിൻ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി at an altitude of 1.5 kilometer with the speed of 720 km/h passes directly overhead an anti-aircraft gun. At what angle from the vertical should the gun be fired for the shell with muzzle speed 600 m/s to hit the plane? At what minimum altitude should the pilot fly the plane to avoid being hit? അപ്പോൾ എന്താ ചോദിച്ചിരിക്കണേ? എ ഫൈറ്റർ പ്ലെയിൻ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി അറ്റ് എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 1.5 കിലോമീറ്റർ വിത്ത് എ സ്പീഡ് ഓഫ് 720 km/h. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ദ പ്ലെയിൻ ഇസ് ഈക്വൽ ടു 720 km/h. കൺവേർട്ട് ഇറ്റ് ഇൻറ്റു m/s. അപ്പോൾ എത്ര കിട്ടും? 720 × 5/18. അപ്പോൾ 200 m/s എന്ന് കിട്ടും. പിന്നെന്താ തന്നിരിക്കുന്നത്? വെലോസിറ്റി ഓഫ് ദ ഷെല്ല് തന്നിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി ഓഫ് ദ ഷെൽ ഇസ് ഈക്വൽ ടു 600 m/s. ഇനിയിപ്പോൾ എന്താ തന്നിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. ഫൈറ്റർ പ്ലെയിൻ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി അറ്റ് എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 1.5 കിലോമീറ്റർ വിത്ത് 720 km/h. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 200 m/s. Passes directly overhead an anti-aircraft gun. At what angle from the vertical should the gun be fired for the shell with speed of 600 m/s to hit the plane? അതായത് ഇവിടെ ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺ ഉണ്ട്. അപ്പം അവിടുന്ന് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ഇവിടുന്ന് ഓൾറെഡി പോയി കഴിഞ്ഞു അല്ലേ? ഇത്രയും സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ ഈ ബുള്ളറ്റ് പോകുന്ന സ്പീഡ് എത്രയാണ്? ഇത് ബുള്ളറ്റിൻ്റെ സ്പീഡാണ്. അത് 600 m/s. അതായത് മുകളിൽ കൂടെ ഒരു പ്ലെയിൻ പോകുമ്പോൾ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യണം. അത് നമ്മൾ ഈ ഫ്ലൈറ്റിനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് എത്ര ആംഗിളിലാണ് നമ്മൾ ഫയർ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ആ ആംഗിൾ തീറ്റാന്ന് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 200 / 600. അപ്പോൾ അതിലെ വരിക 200/600 2/6 അല്ലെങ്കിൽ 1/3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരും? തീറ്റ എത്ര വരും? തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/3. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/3 19.47 degrees എന്ന് കിട്ടും. ഓക്കെ, 19.47. ഇനി ഇതെന്താണ്? ഇത് വെർട്ടിക്കലായിട്ടുള്ള ആംഗിളാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അറ്റ് വാട്ട് ആംഗിൾ ഫ്രം ദ വെർട്ടിക്കൽ ഷുഡ് ദ ഗൺ ബി ഫയർഡ് ഫോർ ദ ഷെൽ വിത്ത് മസിൽ സ്പീഡ് ഓഫ് 600 m/s ടു ഹിറ്റ് ദ പ്ലെയിൻ? അറ്റ് വാട്ട് മിനിമം ഓൾട്ടിറ്റ്യൂഡ് ഷുഡ് ദ പൈലറ്റ് ഫ്ലൈ ദ പ്ലെയിൻ ടു അവോയ്ഡ് ബീയിങ് ഹിറ്റ്? അതായത് ഇവിടുന്ന് ഈ 19.47 ഡിഗ്രീസിൽ ഫയർ ചെയ്തു. എന്ത് ഗണ്ണ് ഇത് ബുള്ളറ്റ് ഫയർ ചെയ്തു 600 m/s. അപ്പോൾ ഇവിടെ പോയി കുത്തും. പക്ഷെ അത് കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫൈറ്റർ പ്ലെയിനിൻ്റെ പൈലറ്റ് എത്ര ആൾട്ടിറ്റ്യൂഡിൽ, മിനിമം ആൾട്ടിറ്റ്യൂഡിലാണ് ഈ ഫൈറ്റർ പ്ലെയിനിനെ ഫ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനെ കുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ
ഡിപ്പെൻഡ് ചെയ്യാം. ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് കഴിഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എടുത്തു കഴിഞ്ഞാൽ 0 സ്ക്വയർ ഇസ് മൈനസ് 600 യു എത്രയാണ് ഒരു 600 കോസ് തീറ്റ വരും. അതെന്തുകൊണ്ടാണ്? ഒരു ഈ ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ സ്പീഡ് അല്ലേ, അത് 600 കോസ് തീറ്റ, ഹൊറിസോണ്ടലുള്ള 600 കോസ് തീറ്റയാണ്. അപ്പോൾ എത്ര വരും? ദാറ്റ്സ് ഈക്വൽ ടു 2as. 2as എന്നുള്ളത് ജി വാല്യൂ അഗെയിൻസ്റ്റ് ജി ആണ് പോണത്, അപ്പം നെഗറ്റീവ് വരും. അപ്പം -2 × 10 × h. ഇവിടെ നിന്നാണ് നമുക്ക് h കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ h എത്ര വരും? h ഇസ് ഈക്വൽ ടു 600 സ്ക്വയർ ഉണ്ട് അല്ലേ, 600 സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റനെ നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ വരും. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ 20. ഈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം സൈൻ തീറ്റ എത്രയാണ്? 1/3. അപ്പം 600 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/3 സ്ക്വയർ, അപ്പം 1/9 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 16 കിലോമീറ്ററിന് കിട്ടും. ഓക്കെ, അപ്പം എത്ര മിനിമം സ്പീഡിൽ, എത്ര മിനിമം ഹൈറ്റിലാണ് താഴ്ന്ന് പറക്കേണ്ടത്? എന്ത്, ഈ ബുള്ളറ്റ് വന്ന് ഇടിക്കാണ്ടിരിക്കാൻ ഫൈറ്റർ പ്ലെയിനിനെ എത്ര താഴ്ത്തി പറത്തണം പൈലറ്റ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തു. തീറ്റ ഇല്ലാണ്ട് തന്നെ, നമുക്ക് ടേബിളൊന്നും ഇല്ലാണ്ട് തന്നെ കണ്ടുപിടിക്കുക. ഇവിടെ സൈൻ തീറ്റ ഉള്ളത് കാരണം ട്രിഗ്നോമെട്രിക് റിലേഷൻ യൂസ് ചെയ്തു. 600 സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ആ റിലേഷൻ യൂസ് ചെയ്തു. അപ്പോൾ 1 മൈനസ് 1/9 കിട്ടി. അപ്പം 16 കിലോമീറ്റർ താഴ്ത്തി പറഞ്ഞാൽ ഈ 600 മീറ്റർ പെർ സെക്കൻഡിൽ 19.47 ഡിഗ്രീസിൽ വരുന്ന ബുള്ളറ്റ് വന്ന് ഹിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. എന്തിന്? ഫൈറ്റർ പ്ലെയിന്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഇത്തിരി കുഞ്ഞു തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലോസ് ഓഫ് മോഷൻ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ 3 ചാപ്റ്റർ, മെയിനായിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസും എല്ലാം കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ക്ലാസ്സസ് റെഗുലറായിട്ട് വരും. ഞാൻ എല്ലാ ആഴ്ചയും 2 ക്ലാസ് വീതം ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ്. അപ്പം എല്ലാ ക്ലാസ്സും മിസ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ.